നീ ഉറങ്ങാൻ വരുന്നില്ല അപ്പോ? മണി എത്രയായെന്ന് കണ്ടോ? സെറ്റിയിൽ ഫോണുമായിട്ട് അവളോട് കാശി വിളിച്ചു തിരക്കി. ഞാൻ കിടക്കാൻ വരാൻ തുടങ്ങുമായിരുന്നു കാശിയേട്ടാ. അപ്പു മല്ലി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് ചേർന്ന് കിടന്നു. അതില്ലേ കാശിയേട്ടാ? അപ്പു അവൻ്റെ കൈവെണ്ണയിൽ തല ഉയർത്തി വെച്ച് നെഞ്ചിലൂടെ വിരലോടിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഏതില്ലേന്ന്? അവളെ ഒതുക്കി പിടിച്ച് നെറുകയിൽ മുകർന്ന് അവൻ തിരക്കി. അവരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാവോ കാശിയേട്ടാ? മടിയോടെ അപ്പു മെല്ലെ തിരക്കി. ആ ചോദ്യം കേൾക്കെ അവൻ മുഖം താഴ്ത്തി അവളെ ഒന്ന് നോക്കി. നോക്കല്ലേ കാശിയേട്ടാ, ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചമ്മൽ വരും. കണ്ണുകൾ മുറുക്കി അടച്ചു അവനിൽ പതുങ്ങി ചേർന്നുകൊണ്ട് പെണ്ണു പറഞ്ഞു. അവരൊക്കെ വീട്ടിലെത്തി എന്നും പറഞ്ഞ് ഫായിസ് മെസ്സേജ് ഇട്ടിരുന്നു. ഇനി സമാധാനമായിട്ട് ഉറങ്ങാവോ എൻ്റെ കുഞ്ഞിനെ? അവളെ പൊത്തി പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ മനസ്സ് മനസ്സിലായതുപോലെ അവൻ ചോദിച്ചു. എനിക്കിപ്പോൾ അവരോടൊക്കെ ഒരു ഇച്ചിരി ഇത്രയും ഇഷ്ടം തോന്നുന്നുണ്ട് കാശിയേട്ടാ. ചൂണ്ടുവിരലിൻ്റെ അറ്റം അളവ് കാണിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ചു മെല്ലെ പറഞ്ഞു. ശരിക്കും ശരിക്കും ഇഷ്ടം തോന്നുന്നുണ്ടോ എൻ്റെ അപ്പുവിന്? അവളെ പൊക്കിയെടുത്ത് നെഞ്ചിൽ കിടത്തി തലമുടിയിൽ തലോടിക്കൊണ്ട് കാശി ചോദിച്ചു. അപ്പു നേർമയിലൊന്ന് മൂളി. ഇനിയിപ്പോൾ കാശിയേട്ടനോട് എൻ്റെ അപ്പുവിന് ഇഷ്ടം കുറയോ? അവളെ ചൊടിപ്പിക്കാൻ എന്നവണ്ണം കാശി തിരക്കി. അങ്ങനെ കുറയോ? കാശിയേട്ടന് അങ്ങനെ തോന്നിയുമെങ്കിൽ വെറുതെയാ. ആര് വന്നാലും പോയാലും എല്ലാവർക്കും മേലെയാണ് ഈ അപ്പൂട്ടന് കാശിയേട്ടൻ. അവൻ്റെ മുഖത്താകെ മുത്തി നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ഇന്നുകൂടെ ഒറ്റയ്ക്കിരുന്നാൽ മതിയെ കാശിയേട്ടാ. നാളെ മുതൽ 4 ദിവസം എനിക്ക് അവധിയാണ്. പിന്നെ സാറ്റർഡേ സൺഡേ അങ്ങനെ 6 ദിവസത്തെ അവധിയുണ്ട്. എൻ്റെ കാശിയേട്ടനും അപ്പവും പൊളിക്കുമില്ലേ? 1-2 ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ നോക്കി വെച്ചിട്ടുണ്ട് പരീക്ഷിക്കാൻ. അതൊക്കെ എൻ്റെ കാശിയേട്ടന് ഇഷ്ടാവും. അടുപ്പിച്ച് 5-6 ദിവസം അവധി കിട്ടുന്ന സന്തോഷത്തിൽ അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അതൊക്കെ പൊളിക്കാം. സന്തോഷം കൂടിയിട്ട് ആ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുത്തു വെച്ചിട്ടുള്ളത് എടുക്കാൻ മറക്കരുത്. മറന്നാൽ നിനക്ക് നല്ല പെട കിട്ടും അപ്പു. അപ്പുവിൻ്റെ കട്ടായമൊക്കെ കണ്ട് പൊട്ടി വന്ന ചിരി അടക്കി കാശി പറഞ്ഞു. ഓ പോയി, ആ മൂടങ്ങ് പോയി. ഞാനെല്ലാം എടുത്തുകൊണ്ട് പോകും, ഒന്നും മറക്കൂല പോരെ? അവൻ പറഞ്ഞതങ്ങ് ഇഷ്ടപ്പെടാതെ നോക്കി കണ്ണു മുഴിപ്പിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ആ മറക്കാതിരുന്നാൽ മതി. കാശി അവളെ ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ കളിയാക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. കാല് ഒരുപാട് അനക്കല്ലേ കാശിയേട്ടാ. മറ്റന്നാൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇതൊക്കെ മാറ്റും. പിന്നെ എൻ്റെ ഏട്ടന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടക്കാലോ. സെറ്റിയിലിരിക്കുന്നവൻ്റെ അടുത്ത് വന്നിരുന്ന് കാശിയുടെ കാലിൽ തലോടിക്കൊണ്ട് അപ്പു പറഞ്ഞു. ഇതൊന്ന് അഴിച്ചു മാറ്റിയിട്ട് നമുക്ക് മനോജിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ അപ്പു. ആ പോവാം. എനിക്കും ആ വാവയെ കാണാൻ കൊതി തോന്നുന്നുണ്ട്. നല്ല ക്യൂട്ട് വാവയാണ് അല്ലേ കാശിയേട്ടാ? അപ്പു അവനോട് ചേർന്നിരുന്നു കൊണ്ട് തിരക്കി. ആ കുഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് വീണ വീഴ്ചയും ആ അമ്മയുടെ നിലവിളിയുമൊക്കെ ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അപ്പു. കാശി അന്നത്തെ രംഗം ഇപ്പോഴും കാണും പോലെ വല്ലായ്മയോടെ പറഞ്ഞു. അതൊക്കെ മറന്നേക്ക് കാശിയേട്ടാ. എനിക്കും ആ ദിവസം ഓർക്കാൻ പോലും ഇഷ്ടമില്ല. പറഞ്ഞുകൊണ്ട് അവൻ്റെ ചുമലിൽ ചാഞ്ഞിരുന്നു അപ്പു. ഇന്നലെ അവർ വന്നു പോയിട്ട് നിനക്ക് സന്തോഷമായോ അപ്പു? അവരൊക്കെ വരണ്ട എന്നായിരുന്നില്ലേ നിനക്കിപ്പോൾ? എന്ത് തോന്നുന്നു? വന്നത് നന്നായില്ലേ? വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരികെ പോകുമ്പോഴാണ് അച്ചു അത് ചോദിച്ചത്. എനിക്കിപ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അച്ചു. അവരൊക്കെ വന്നോണ്ടല്ലേ അമ്മായിമാർക്ക് നല്ല ഡോസ് കൊടുക്കാൻ പറ്റിയത്. എൻ്റെ അമ്മുചേച്ചി മിടിക്കുകയാണ്. സന്തോഷത്തോടെ അപ്പു പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാടി. ആ ചേച്ചിയുടെ നോക്കിലും വാക്കിലുമൊക്കെ ഒരു വക്കീലുണ്ടെന്ന് എനിക്കും തോന്നി. അതുപോലെ നീ കരഞ്ഞപ്പോൾ ചേച്ചിക്ക് വല്ലാത്ത സങ്കടമായി. നിന്നോട് ചേച്ചിക്ക് ഒത്തിരി സ്നേഹമുണ്ടപ്പോ. അച്ചു സന്തോഷത്തോടെ പറഞ്ഞു. ചേച്ചിക്ക് മാത്രമല്ല അച്ചു, എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്. അതുപോലെ ഇന്ന് ചേച്ചിയും ചേട്ടനുമൊക്കെ ഞങ്ങളോട് ഫോണിൽ വർത്തമാനം പറഞ്ഞിട്ട് അവിടുത്തെ അച്ഛൻ ഫോൺ വാങ്ങി. എന്നിട്ട് കാശേട്ടനോടും എന്നോടും ഒത്തിരി സംസാരിച്ചു. എന്നിട്ട് അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. നിനക്കല്ലേ അവർ വരുന്നത് ഇഷ്ടമല്ലാതെ ഇരുന്നത്? അവരെ വരണ്ടാന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സന്തോഷമൊക്കെ ഇപ്പൊ കിട്ടുമായിരുന്നോ? അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ച് നടക്കുന്നതിനിടെ അച്ചു തിരക്കി. നീ പറഞ്ഞത് ശരിയാണ് അച്ചു. ഇന്ന് അവരൊക്കെ ഫോൺ വിളിച്ചപ്പോൾ കാശിയേട്ടനും ഇങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് അന്നൊക്കെ പേടിയായിരുന്നു. മിച്ചേച്ചിയൊക്കെ പോലെ എന്നെയും വേദനിപ്പിച്ചാലോ, ഇഷ്ടക്കേടായാലോ എന്നൊക്കെ. നിന്റെ വല്യശ്ശേരിയിലെ ആളുകൾക്ക് ഭ്രാന്താണ് അപ്പുവും. അവരെയൊക്കെ പോലെ അവർ മാത്രമേ കാണൂ. നട്ടലില്ലാത്ത കുറേ ആണുങ്ങളും അവർക്ക് ചേർന്ന ഭാര്യമാരും. അതിലാകെ വ്യത്യാസമായിട്ടുള്ളത് കാശിച്ചേട്ടൻ മാത്രമാണ്. അപ്പു പറഞ്ഞതിന് പെണ്ണ് കാര്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞു. എനിക്ക് തോന്നിയിട്ടുണ്ടടി ഇതേ കാര്യം. അതിൽ ഏറ്റവും മോശം വല്യമ്മാവനാണ്. അമ്മായി പറയുന്നതിനൊക്കെ തലയാട്ടി കൊടുക്കും, ഒരു ബൊമ്മയെ പോലെ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. അവളുടെ ആ ചിരി കാണെ അച്ചുവിനും ചിരി വന്നു. കാശേട്ടാ, ഏട്ടാ, ഞാൻ വന്നേ. അലറി കൂവി വിളിച്ച് അകത്തേക്ക് കയറി വരുന്നവളെ കാണെ തലയിൽ കൈവച്ചു പോയി. നിനക്ക് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ അപ്പു. എന്തൊരു ഒച്ചയാടി നിനക്ക്. ഇങ്ങ് കയറി വന്നിട്ട് വിളിച്ചാ പോരെ? ശ്വാസം വിടാതെ കാശി പെണ്ണിനെ വഴക്കു പറഞ്ഞു. ഞാനേ ഇനിയിപ്പോൾ കുറേ ദിവസം ക്ലാസ് ഇല്ലല്ലോ.
എന്നൊക്കെ ഓർത്തുള്ള സന്തോഷത്തിൽ ഉറക്കെ വിളിച്ചതാണ്. സോറി. വാടിയ മുഖത്തോടെ പറഞ്ഞിട്ട് ബാഗുമായി അകത്തേക്ക് പോയവളെ കാണെ കാശി ഒരു നിമിഷം വല്ലാതെയായി. താൻ പറഞ്ഞത് അവൾക്ക് വിഷമമായിട്ടുണ്ടെന്ന് ഓർക്കെ അവൻ പതിയെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു. എവിടെ പോവാ കാശിയേട്ടാ? മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞാനിപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടുവരും. മുറിവാതുക്കൽ നിന്ന് അപ്പു കണ്ണുരുട്ടി വിളിച്ചു പറഞ്ഞതും കാശി മിണ്ടാതെ ചെറുചിരിയോടെ അവിടെ തന്നെ ഇരുന്നു. ഇല്ലെങ്കിൽ പെണ്ണ് ഇരുത്തും എന്ന് അവനറിയാം. എൻ്റെ അപ്പൂട്ടൻ്റെ പിള്ളേർക്ക് ഇന്ന് കഴിക്കാനും കുടിക്കാനും ഒന്നും കൊടുക്കുന്നില്ലേ? ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഉമ്മറപ്പടിയിൽ താടിയിൽ കൈവച്ച് ചെടികളെ നോക്കിയിരിക്കുന്ന പെണ്ണിനോട് കാശി ചോദിച്ചു. നേരത്തെ വഴക്ക് പറഞ്ഞതിൻ്റെ കെറിവ് ആണെന്ന് മനസ്സിലായെങ്കിലും അത് ഓർമ്മയില്ലാത്ത പോലെയാണ് ചോദിച്ചത്. എന്നോട് മിണ്ടണ്ട. എനിക്ക് കുറുമ്പ് കൂടുതലാണെന്ന് പറഞ്ഞില്ലേ? രാവിലെ എനിക്ക് നല്ല പെട തരുമെന്ന് പറഞ്ഞു. ഞാൻ എന്തോരം സന്തോഷത്തോടെയാണ് വന്നത് എന്ന് അറിയോ? അപ്പു കണ്ണൊക്കെ കൂർപ്പിച്ച് ചുണ്ടു പിളർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു. എനിക്കറിയാലോ എൻ്റെ അപ്പു ഇന്ന് നല്ല സന്തോഷത്തിലാണെന്ന്. പിന്നെ അപ്പുവിൻ്റെ കുറുമ്പ് അതെനിക്കും ഇഷ്ടമൊക്കെയാണ്. ഇത് ഇന്ന് നീ പുറത്തുനിന്ന് അലറിക്കൂവി വന്നതുകൊണ്ടല്ലേ ഞാൻ ഇച്ചിരി ഒച്ചയെടുത്തേ. അവളുടെ മുഖത്തെ തെളിഞ്ഞ പരിഭവത്തിലേക്ക് വാത്സല്യത്തോടെ കാശി പറഞ്ഞു. ആണല്ലേ? എനിക്കപ്പോൾ അതൊന്നും തോന്നിയില്ല. ഇനി അങ്ങനെ വിളിച്ചു കൂവി വരില്ല. അപ്പു കാശി ഇരിക്കുന്ന കസേരയുടെ അടുത്തേക്ക് നിരങ്ങി നീങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു. മുല്ലയൊക്കെ വള്ളിയായി തുടങ്ങിയല്ലോ അപ്പു. അവളുടെ നനഞ്ഞ മുടിയിഴകൾ വിടർത്തിയിട്ട് കൊടുത്തിട്ട് കാശി പറഞ്ഞു. കാശിത്തുമ്പ മുട്ടിട്ടു കാശിയേട്ടാ, കണ്ടിരുന്നോ? ഇനി കുറച്ച് മാങ്ങാഞ്ഞാറ് ചെടിയില്ലേ, അതും ഇവിടെ നട്ടുപിടിപ്പിച്ചെടുക്കണം. അത് 2 കളറുണ്ട് തറവാട്ടിൽ. അതിൽ നിന്ന് വിത്തെടുത്തു കൊണ്ടുവരണം. അവൻ്റെ കാലിൽ തലോടിക്കൊണ്ട് സന്തോഷത്തോടെ അപ്പു പറഞ്ഞു. നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരും വഴി നമുക്ക് മനോജിൻ്റെ വീട്ടിൽ പോവാം കേട്ടോ അപ്പു. കാര്യങ്ങൾ പറഞ്ഞ് കുറുമ്പ് കാട്ടിയും ആ സായാഹ്നം സന്തോഷത്തോടെ കഴിഞ്ഞുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് കാശിയുടെ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ ഉച്ചയായിരുന്നു. കൂടെ അപ്പുവും അമലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് മനോജിൻ്റെ വീട്ടിലേക്ക് പോകാം അമലേ. എനിക്ക് വിശക്കുന്നുണ്ട്. പോകും വഴി ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് നോക്കി നിർത്ത്. ഹോസ്പിറ്റൽ ഗേറ്റ് കിടക്കുന്ന സമയത്ത് തന്നെ കാശി പറഞ്ഞു. നോക്കട്ടെടാ, ആ അസീബിൻ്റെ ബിരിയാണി കട ഉണ്ടെങ്കിൽ അവിടുന്ന് കഴിക്കാം. ഇപ്പോൾ കുറച്ചായില്ലേ നമ്മൾ അങ്ങോട്ട് പോയിട്ട്. കാർ ഗേറ്റിന് പുറത്തേക്ക് ഓടിച്ചിറക്കുമ്പോൾ അമൽ പറഞ്ഞു. എനിക്ക് മന്തി മതി കാശിയേട്ടാ, നല്ല ബീഫ് മന്തി. അപ്പു പിന്നിലിരുന്ന് കൊതിയൂറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. മന്തിയെങ്കിൽ മന്തി. എൻ്റെ അപ്പുവിന് എന്താ ഇഷ്ടമുള്ളത് അത് കഴിച്ചോട്ടോ, കാശി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി പറഞ്ഞു. പിന്നെ അമലൊന്നും നോക്കാതെ നേരെ അസീബിൻ്റെ ബിരിയാണി കടയിലേക്ക് കാർ വിട്ടു. എങ്കിലും എൻ്റെ വിനയെ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണിൻ്റെ അച്ഛൻ്റെ കുടുംബക്കാർ ഇങ്ങനെ കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്നല്ലോ. താടിയിൽ കൈയും താങ്ങിയിരുന്ന് കുശുമ്പ് നിറഞ്ഞ സ്വരത്തിൽ ഹേമ പറഞ്ഞു. ആ പെണ്ണിനെ അന്വേഷിച്ച് അവർ വന്നതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല ഏട്ടത്തി. മരിച്ചുപോയ മകൻ്റെയോ മകളുടെയോ ചോരയിൽ ഒരു കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആരായാലും ഇതുപോലെ ഓടിപ്പാഞ്ഞു വരും. പക്ഷേ നമ്മളോ ആ വന്നവർക്ക് മുന്നിൽ വെച്ച് ആകെ നാണം കെട്ടുപോയി. ജയേട്ടൻ ആദ്യമായിട്ടാണ് എന്നെ തല്ലിയത്, അതും അവരുടെയൊക്കെ മുന്നിൽ വെച്ചു. ഇപ്പോഴും നീര് മാറാത്ത നീലിച്ചു കിടക്കുന്ന കവളിൽ തലോടിക്കൊണ്ട് വിനയ പറഞ്ഞു. എന്നെയാണ് ആ പെണ്ണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവളെ എൻ്റെ കയ്യിൽ കിട്ടും, അന്നേരം ശരിയാക്കും ഞാൻ. ഇതിപ്പോൾ വാക്കില്ലാത്ത അവസ്ഥയായിപ്പോയി, ഹേമ അരിശത്തോടെ പറഞ്ഞു. നമ്മളൊന്നും മിണ്ടാതെ നിന്നാൽ മതിയായിരുന്നു ഏട്ടത്തി. ജയേട്ടൻ ഇതുവരെ എൻ്റെ മുഖത്ത് നോക്കുന്നു പോലുമില്ല, വിനയ വിഷമത്തിൽ അവരോട് പറഞ്ഞു. ഇവിടെയും അതേ അവസ്ഥ തന്നെ. വന്നു കയറി 29 വർഷം കഴിഞ്ഞ് വല്ലപ്പോഴും ഒരു കുഞ്ഞു പിണക്കമോ മുഖം കറുപ്പിക്കലോ അല്ലാതെ ദേഷ്യം കാണിച്ചിട്ടില്ല. പിന്നെ ആദിയെ കൊണ്ട് അപ്പുവിനെ വേണ്ടെന്ന് വയ്പ്പിച്ചത് ഞാനാണെന്ന് അറിയുന്നത് കൊണ്ടുള്ള ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇന്നലത്തേക്ക് ശേഷം ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. എന്തിനു, ഞാൻ ഉണ്ടാക്കിക്കൊടുത്ത ചായ പോലും കുടിക്കാതെ ഇറങ്ങിപ്പോയി. ആദി, എന്താ ഏട്ടത്തി ഇപ്പോൾ ഇങ്ങോട്ട് വരാത്തത്? അവനെയും സോണിയെയും വിളിച്ചു വരാൻ പറയും. ചിലപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ പിണക്കമൊക്കെ മാറിയേക്കും, വിനയ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ രാവിലെ അവരെ വിളിച്ചു വിനയെ. 2 ദിവസം കൂടെ കഴിഞ്ഞു വരാമെന്നാണ് ആദി പറയുന്നത്. അവൻ ഒരുപാട് മാറിപ്പോയതുപോലെ. അവൻ മാത്രമല്ല, സോണിയും ഇപ്പോൾ ഞാൻ വിളിച്ചാൽ ഒന്ന് ഫോൺ എടുക്കാൻ പോലും അവൾക്ക് മടിയാണ്. മുൻപ് ഒരു ദിവസം മരുന്ന് കഴിക്കും പോലെ 4 നേരം വിളിക്കുന്നവളായിരുന്നു. മോനെയും മരുമകളെയും പറ്റി പറയുമ്പോൾ ഹേമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്താ ഏട്ടത്തി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിനയ ആകാംക്ഷയോടെ അവരോട് തിരക്കി. ഉള്ളിൽ എന്തിനോ സന്തോഷവും നിറഞ്ഞു. ഞാനായിട്ട് സോണിക്ക് എന്താ പ്രശ്നം വിനയെ? ഞാൻ അവളെ എന്തോരം സ്നേഹിച്ചതാണ്. അവളെന്നും എൻ്റെ കൂടെ കാണും, എൻ്റെ മോനെ എന്നിൽ നിന്നും പറിച്ചു കൊണ്ടു പോവില്ല എന്നൊക്കെ കരുതിയിരുന്നതാണ്. എന്നിട്ടിപ്പോൾ കണ്ടില്ലേ, അവനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. തേങ്ങി കരഞ്ഞുകൊണ്ട് ഹേമ പറഞ്ഞു. ഇതിലും ഭേദം ആ അപ്പുവിനെ കൊണ്ട് ആദ്യം കെട്ടിക്കുന്നതായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഏട്ടത്തെ അവനെ വിളിക്ക്, എന്നിട്ട് മര്യാദയ്ക്ക് വീട്ടിലേക്ക് വരാൻ പറയും. വന്നില്ല എങ്കിൽ നിങ്ങളുടെ ചേട്ടനെ വിളിച്ച് രണ്ടിനെയും വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറയും.
ഉള്ളിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഹേമയ്ക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു വിനയ. ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? കയറി വായോ. ഞാൻ നിങ്ങളെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ഒന്ന് ഞെട്ടി കേട്ടോ. കോളിംഗ് ബെൽ കേട്ടുവന്ന് വാതിൽ തുറന്ന മനോജ് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് സന്തോഷത്തോടെ പറഞ്ഞു. ഇന്ന് ഹോസ്പിറ്റലിൽ വരണമായിരുന്നു. അപ്പോൾ തിരികെ പോയും വഴി ഇവിടെ ഒന്ന് കയറി നിങ്ങളെയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. മനോജിന് പിന്നാലെ ഹാളിലേക്ക് നടക്കുമ്പോൾ കാശി പറഞ്ഞു. അത് നന്നായി. അനു ഇടയ്ക്ക് പറഞ്ഞിരുന്നു ആരോഗ്യം ശരിയായാൽ കാശിയെ വന്ന് കാണണമെന്ന്. സെറ്റിയിൽ ഇരിക്കുന്നവർക്ക് മുന്നിൽ ദിവാനിലേക്ക് ഇരുന്നു കൊണ്ട് മനോജ് പറഞ്ഞു. വാവ വാവ എവിടെയെന്ന് ചോദിക്കുക കാശിയേട്ടാ. ആ വലിയ വീടിന്റെ ഹാളിലെ ഭംഗി ആസ്വദിക്കുന്നതിനിടെ അപ്പു സ്വകാര്യമായി കാശിയോട് പറഞ്ഞു. എന്താ അർപ്പിത പറയുന്നത്? അവൾ പറയുന്നത് പുഞ്ചിരിയോടെ കേട്ടിരിക്കുന്നവനെ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് മനോജ് തിരക്കി. മോൻ എവിടെയെന്ന് ചോദിക്കാൻ പറയുക. ചെറുചിരിയോടെ തന്നെ കാശി പറഞ്ഞു. കണ്ണൻ ആന്റിക്കൊപ്പം മയക്കത്തിലാണ്. പിന്നെ അനു റൂമിലാണ്. ഞാൻ അവരെ വിളിച്ചു കൊണ്ടുവരാം കേട്ടോ. ആ അച്ഛൻ ദാ വന്നു. ഹാളിലെ സംസാരം കേട്ടാണ് അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. അച്ഛാ, കാശിയെ മനസ്സിലായില്ലേ? മനോജ് അയാൾക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു. പിന്നെ മനസ്സിലാകാതെ? അവർ വന്നപ്പോൾ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ മനു? അവർക്കടുത്തേക്ക് വന്നിരിക്കുന്നതിനിടെ അയാൾ തിരക്കി. ഞങ്ങൾ ദാ ഇങ്ങോട്ട് വന്നു കയറിയതേ ഉള്ളൂ അങ്കിൾ, കാശി പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാൻ വരുമെന്ന് വെച്ചാ. നിങ്ങൾ സംസാരിക്ക്, ഞാൻ അനുവിനെ കൂട്ടിക്കൊണ്ടുവരാം. പറഞ്ഞിട്ട് മനോജ് മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി. ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ കാലിന്റെ വേദനയൊക്കെ? ഡോക്ടർ എന്തു പറഞ്ഞു? വലിയ വേദനയൊന്നുമില്ല അങ്കിൾ. നടക്കുമ്പോൾ കുഞ്ഞൊരു പിടുത്തം, അത്രയേ ഉള്ളൂ. അതിന് കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാശി മെല്ലെ അയാളോട് പറഞ്ഞു. അതിപ്പോ അവിടെ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലുണ്ടോ? അതിനുവേണ്ടി ഹോസ്പിറ്റലിലൊന്നും പോകണ്ട അങ്കിൾ. ഇവന്റെ അനിയൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അവൻ വീട്ടിൽ വന്ന് ചെയ്തു തന്നോളൂ. കാശി അയാളുടെ ആകുലത നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ശിവേട്ടാ, അപ്പൂച്ചേ. ഹാളിന് വലതുവശത്തെ റൂമിന്റെ വാതുക്കളിൽ നിന്ന് കേട്ട വിളിയിൽ നോക്കിയവർ കണ്ടത് വീൽ ചെയറിൽ ഇരിക്കുന്ന 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഇരുനിറത്തിൽ സുന്ദരിയായൊരു സ്ത്രീയും അവരുടെ മടിയിൽ അനുസരണയോടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന കണ്ണനെയുമായിരുന്നു. ആദ്യം അമലും അപ്പുവും നോക്കിയത് കണ്ണനെയായിരുന്നുവെങ്കിൽ കാശിയുടെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് അവനു മുന്നിൽ നിറഞ്ഞു നിന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന അവന്റെ പെറ്റമ്മ അരുന്ധതിയുടെ മുഖമായിരുന്നു. കുഞ്ഞുനാളിൽ എപ്പോഴോ അച്ചമ്മയുടെ കൈവശം കണ്ട ഫോട്ടോയിൽ ഈ മുഖം അന്ന് അത്രയും ആഴത്തിൽ നെഞ്ചിൽ പതിപ്പിച്ചു വെച്ചത് കൊണ്ടായിരിക്കാം ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത ആ സ്ത്രീയെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കാശിക്ക് കഴിഞ്ഞത്. ഇതാണ് എന്റെ അനിയത്തി ശാന്തിനി. ശിവദാസന്റെ വെളിപ്പെടുത്തൽ കാശി ഒന്ന് പകച്ചു. ഒറ്റ നിമിഷമേ കാശി പകച്ചിരുന്നു പോയുള്ളൂ. അടുത്ത നിമിഷം സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവൻ അവരെയും കണ്ണനെയും നോക്കി പുഞ്ചിരിച്ചു. ആന്റിക്ക് എന്തു പറ്റിയതാണ്? അമലാണ് ചോദിച്ചത്. ആക്സിഡന്റ്. 30 വർഷം കഴിഞ്ഞു. അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. ചെറു ചിരിയോടെയാണ് അയാൾ പറഞ്ഞതെങ്കിലും ആ ശബ്ദത്തിന്റെ വേദന നിറഞ്ഞു നിന്നത് മൂവരും ശ്രദ്ധിച്ചു. ഈ ചേട്ടൻ പറഞ്ഞ് ആ കുട്ടികളെ കൂടെ വിഷമിപ്പിക്കും. തന്നെ നോക്കുന്ന അപ്പുവിന്റെ വാടിയ മുഖം കണ്ട് കണ്ണനെ ചേർത്തിരുത്തിക്കൊണ്ട് അവർ പറഞ്ഞു. നിനക്കിവരെ മനസ്സിലായോ ശാന്തി? ചോദിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റ് അവർക്കരികിൽ ചെന്ന് വീൽ ചെയർ ഉരുട്ടിക്കൊണ്ടു വന്ന് സെറ്റിക്ക് അരികിലേക്ക് നിർത്തിയതും കണ്ണൻ ചാടി നിലത്തേക്കിറങ്ങി. അയാൾ ശ്രദ്ധയോടെ അവരെ പൊക്കിയെടുത്ത് സെറ്റിയിലിരുത്തി. കാശിയുടെ നോട്ടം ഒരു മാത്ര വീണ്ടും അവരിൽ തങ്ങി. തന്നെ കണ്ടിട്ടും താൻ അച്ഛന്റെ തനി പകർപ്പായിട്ടും എന്തേ എന്നെ തിരിച്ചറിഞ്ഞില്ല എങ്കിലും ഒരു സംശയമെങ്കിലും തോന്നേണ്ടേ? അതോ ഇവർ അറിയില്ല എന്ന് അഭിനയിക്കുന്നതോ? പ്രസവിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ ഈ സ്ത്രീക്ക് അതിനെന്താണ് ബുദ്ധിമുട്ട്? ആലോചനയ്ക്കിടെ അവന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അമ്മേ, അച്ഛ വാവയെ പോലെ എത്തോണ്ട് വരുവാ. കണ്ണന്റെ ചിരിയോടെയുള്ള പറച്ചിൽ കേട്ട് ആലോചനയോടെ കാശിയുടെ മുഖം തിരിച്ചു നോക്കി കണ്ടത് മനു കോരിയെടുത്ത് കൊണ്ടുവരുന്ന അനുവിനെയാണ്. അയ്യോ, ഒട്ടും വയ്യായിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. അവൻ അവളെ കൊണ്ടുവന്ന് അരുന്ധതിയുടെ അടുത്തിരുത്തുമ്പോൾ വല്ലായ്മയോടെ കാശി പറഞ്ഞു. ഏയ്, കുഴപ്പമൊന്നുമില്ല ഏട്ടാ. വൈകിട്ട് പതിവായിട്ട് ഇങ്ങനെ താഴേക്ക് എടുത്തുകൊണ്ടുവരും മനുവേട്ടൻ. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് മുകളിലേക്ക് പോകാറുള്ളൂ. സന്തോഷം നിറഞ്ഞ ശബ്ദത്തിൽ അനുപമ എന്ന അനു പറഞ്ഞു. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇവരെ മനസ്സിലായോ? അനുപമയെയും അരുന്ധതിയെയും മാറി മാറി നോക്കിക്കൊണ്ട് ശിവദാസൻ തിരക്കി. പിന്നെ മനസ്സിലാകാതെ? കാശിച്ചേട്ടനെ ഞാൻ അന്ന് ഓർമ്മ പോകുമ്പോൾ ഒരു മിന്നായം പോലെ കണ്ടിരുന്നു. പിന്നെ ഇത് അമൽ ചേട്ടൻ, കാശിച്ചേട്ടന്റെ ഫ്രണ്ട്, ബ്രദർ ഒക്കെയാണ്. ഇത് അർപ്പിത, കാശിച്ചേട്ടന്റെ വൈഫാണെന്നൊക്കെ മനുവേട്ടൻ പറഞ്ഞല്ലോ. ചിരിയോടെ കണ്ണനെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അനു പറഞ്ഞു. നിനക്കോ ശാന്തി? അയാൾ അവരോടും ചോദിച്ചു. ശിവേട്ട സംസാരിക്കുന്നത് കേട്ടപ്പോൾ ആ മോനെ മനസ്സിലായി. പിന്നെ ഇവരെ രണ്ടാളെയും ഇപ്പൊ അനു പറഞ്ഞല്ലോ, അപ്പോ പിടികിട്ടി. അപ്പുവിന്റെ കുട്ടിത്തം നിറഞ്ഞ മുഖത്തേക്ക് ഒരു കൗതുകത്തോടെ നോക്കി അരുന്ധതി പറഞ്ഞു. അനുവിനിപ്പോ എങ്ങനെയുണ്ട്? ഇനി എന്ന് ചെല്ലാനാണ് ഡോക്ടർ പറഞ്ഞത്? പെട്ടെന്ന് തന്നെ അവളോട് സുഖവിവരങ്ങൾ തിരക്കി പോകാനുള്ള വെമ്പലോടെ കാശി തിരക്കി. ഇപ്പൊ ഒരു കുഴപ്പവുമില്ല ചേട്ടാ. ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കാൻ കാരണം ചേട്ടനാണ്. സ്വന്തം വേദന പോലും കാര്യമാക്കാതെ എന്നെയും മോനെയും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കാണിച്ച മനസ്സ്.
ഇവിടുന്ന് ഇവരൊക്കെ വരും വരെ ഞങ്ങൾക്ക് കൂട്ടിരുന്നത്. നന്ദി പറയുന്നില്ല ഞാൻ. എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ചേട്ടനും കുടുംബവും ഉണ്ടാകും, അനു നിറമിഴിയോടെ പറഞ്ഞു. ആ ദിവസം നമ്മുടെയൊക്കെ ജീവിതത്തിലെ മോശം ദിവസമായിരുന്നു. അങ്ങനെ കരുതിയാൽ മതി അനു. അന്ന് ഇവൻ എന്തോ സംഭവിച്ചു എന്നും പറഞ്ഞ് സ്വയം ഇല്ലാതാകാൻ ശ്രമിച്ച ആളാണ് ദേ ഈ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഓർക്കാൻ പോലും ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഇയാളും ആ ദിവസം അങ്ങ് മറന്നു കളഞ്ഞേക്ക്, അമൽ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. അവൻ പറയുന്നത് കേട്ട് അനുവും ബാക്കിയുള്ളവരും വാത്സല്യത്തോടെ അപ്പുവിനെ നോക്കി ചിരിച്ചു. തിരികെ ചമ്മലോടെ അവളും. പരസ്പരം സംസാരിക്കുമ്പോഴും കണ്ണനെ കൊഞ്ചിക്കുമ്പോഴും അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചി കൊണ്ടുവച്ച ചായ കുടിക്കുമ്പോഴും ഒക്കെ കാശിയെ പൊതിഞ്ഞ അസ്വസ്ഥത ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ അമലിനും പ്രാണന്റെ പാതിയായവൾക്കും മനസ്സിലായിരുന്നു. തിരികെ പോകാൻ യാത്ര പറഞ്ഞു കാറിലേക്ക് കയറുമ്പോൾ കാശി ഒരിക്കൽ കൂടെ അരുന്ധതിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഒരല്പം മാറ്റം എങ്കിലും ഉണ്ടോ എന്ന്. എന്നാൽ അവിടെ ആ മുഖത്ത് പതിഞ്ഞ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. കാറിൽ കയറിയ പാടെ സീറ്റിലേക്ക് ചാരി കിടന്ന കണ്ണുകൾ അടച്ചു കാശി. അപ്പവും അമലും പരസ്പരം ഒന്ന് നോക്കിയെങ്കിലും അവനോട് ഒന്നും ചോദിച്ചു ശല്യം ചെയ്തില്ല.